സർ, ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തിനൊടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടും CJP-യുടെയോ അല്ലെങ്കിൽ അവിടെ പ്രക്ഷോഭം നടത്തി എന്ന് പറയപ്പെടുന്ന ആളുകളുടെയോ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ദിനംപ്രതി അവരുടെ ഓരോ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇനി തങ്ങൾ പറയുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ മതി എന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് പോലും. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ പ്രക്ഷോഭകാരികൾ എന്ന് പറയപ്പെടുന്നവർ അല്ലെങ്കിൽ പുതിയ പുതിയ സംഘടനകളുമായി രംഗത്ത് വരുന്നവർ ഒരു ഭീഷണിയാകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ദിനംപ്രതി ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാധാന്യം എന്താണ്? അത് വലിയ ആശങ്കയുയർന്നൊരു ചോദ്യം തന്നെയാണ് നീതു. അതിന്റെ ഒരു സാമ്പിൾ ഡോസാണ്, ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ കോക്രോച്ച് ജനതാ പാർട്ടി CJP എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ്. അവര് ന്യൂജൻ കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ്. അത് അവര് സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കൂടെ അവർ ഉണ്ടാക്കിയെടുത്തൊരു കൂട്ടായ്മയാണ്. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും ഉണ്ട് അവർക്ക്. അവരുടെ ആദ്യത്തെ പ്രധാന പ്രശ്നം ഇതുണ്ടാകുന്നതിനുള്ള കാരണം, അത് പശ്ചാത്തലം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 21 കുട്ടികളുടെ ആത്മഹത്യ ഉണ്ടായതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ ആവശ്യം. അതിനു വേണ്ടിയിട്ട് അവര് ജന്തർ മന്ദറില്, ഡൽഹിയിലെ പ്രധാനപ്പെട്ട ജന്തർ മന്ദർ അടക്കം പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഈ സമരം നടന്നു. അപ്പൊ ആദ്യമൊന്നും അധികാരികൾ ഇതിനെ അധികാരികളും ഗവനിച്ചില്ല, രാഷ്ട്രീയ പാർട്ടികളും ഗവനിച്ചില്ല. ഇത് പിള്ളേരുടെ ഒരു കൂട്ടായ്മയാണ്, അവരെന്തെങ്കിലുമൊക്കെ വന്ന് കാണിച്ചിട്ട് പോകും എന്നൊക്കെ വിചാരിച്ചായിരുന്നായിരിക്കാം. അങ്ങനെ ആയിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതു നിലപാടായിരുന്നു. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം നിലപാട് അത് തന്നെയായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം മറ്റാരും പ്രതിഷേധമായിട്ട് വരുന്നില്ല. ഇപ്പൊ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റേ ഇടതുപക്ഷ സംഘടനകളോ ഒന്നും സർക്കാരിനെതിരെ വരാത്തിടത്തോളം കാലം അവരും വേണ്ടിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇല്ലായിരുന്നതാണ്. പക്ഷെ ഒരു 10-20 ദിവസം കഴിഞ്ഞ് വന്ന ശേഷം, അതായത് സോനം വാങ്ചുക്ക് സമരത്തിനകത്ത് ഇടപെട്ടു, ആക്ടിവിസ്റ്റായ സോനം വാങ്ചുക്ക് ഇടപെട്ടതിന് ശേഷമാണ് ഇതിനകത്ത് ഒരു രാഷ്ട്രീയ മാനം വരാൻ തുടങ്ങുന്നു. ചില ഇടതുപക്ഷ താല്പര്യമുള്ള ചില സംഘടനകളൊക്കെ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ചില സെലിബ്രിറ്റീസ് ഒക്കെ ഇതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നു. അവസാനം സോനം വാങ്ചുക്കിന്റെ സമരവും അവസാനിച്ചു കഴിഞ്ഞപ്പോഴും ഇതിനൊരു ക്ലൈമാക്സ് അല്ലെ പറഞ്ഞൊരു റിസൾട്ട് എത്തുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് രാഷ്ട്രീയ കക്ഷികളാണ് പിന്നീട് വന്നത്. അതിനോടൊപ്പം തന്നെയാണ് ആന്റി സോഷ്യൽ എലമെന്റ്സും ഇതിനകത്ത് കടന്നു കയറിയത്. അതാണ് പോലീസുമായിട്ടുള്ള സംഘർഷത്തിലേക്ക് പോയത്. അതുകൊണ്ടാണല്ലോ, അതല്ല കുട്ടികളല്ല അവിടെ ചെയ്തത്. കുട്ടികളല്ലല്ലോ, നമ്മളെല്ലാവരും വിഷയം കണ്ടതാണ്. കുട്ടികളല്ലായിരുന്നു സമരത്തിന്. അവര് ജനുവിനായി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊരു ഗാന്ധിയൻ മാർഗം അല്ലെ അണ്ണാഹസാരെ മാർഗം ഉപയോഗിച്ചാണ് അവരവിടെ സമരം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിനകത്തിലേക്ക് നുഴഞ്ഞു കയറിയവരാണ്. നുഴഞ്ഞു കയറി എന്ത് ചെയ്തു? സമരത്തിന് മറ്റൊരു മുഖം കൊടുത്തു. BJPക്കെതിരെ അല്ലെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ, അമിത്ഷായ്ക്കെതിരെ സംഘടിപ്പിക്കാൻ പറ്റുന്ന വലിയൊരു അവസരമാണിത്. BJP സർക്കാരിനെ താഴെ ഇറക്കാൻ അമിത്ഷായെയും മോദിയെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ടെസ്റ്റ് ഡോസ് അടിച്ചതാണ്. ഇവർക്ക് സഹായമായിട്ട് വിദേശ ഫണ്ടിങ്ങും ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. വിദേശ സഹായം ഉണ്ടായിരുന്ന, വിദേശത്ത് ഉണ്ടായിരുന്ന ആളുകളെ അതെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനെല്ലാം കൃത്യമായിട്ട് ഐഡന്റിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലീസിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 2870ഓളം പേരാണ് ഇതിനകത്ത് ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് പശ്ചാത്തലമുള്ള ആളുകളുണ്ടെന്നുള്ളത്. 2873 പേരെയാണ് പോലീസ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. എല്ലാ സംവിധാനവും ഉണ്ടായിരുന്നു. കാരണം പോലീസിന്റെ ക്യാമറ അടക്കം ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം അവർ ഉപയോഗിച്ചിരുന്നു. കാരണം വളരെ സെൻസിറ്റീവ് ഏരിയയിലാണ് സമരം നടക്കുന്നത് മുഴുവൻ. നമ്മുടെ പ്രധാനമന്ത്രിയുടെ വസതി അടക്കം, ആഭ്യന്തരമന്ത്രി വസതി അടക്കം, പാർലമെന്റ് നയിക്കുന്ന സ്ഥലങ്ങളടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഈ സമരം നടക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ കർശനമായ നിരീക്ഷണം ഉണ്ടായിരുന്നു. ആ നിരീക്ഷണത്തിൽ നിന്ന് കണ്ടെത്തിയത് കൊലക്കേസ് പ്രതികളായിട്ടുള്ള, അതായത് 302 ചാർജ് ചെയ്യപ്പെടേണ്ട വകുപ്പിൽപ്പെട്ട ആളുകളടക്കം, അവര് തന്നെ 100-100 ചില്ലുവാനം പേരുണ്ട് കൊലക്കേസ് പ്രതികൾ എന്നാണ് പോലീസ് റിപ്പോർട്ട് കാണുന്നത്. അടക്കം ഇത്രയും ക്രിമിനൽസ് ഇതിനകത്തേക്ക് നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. ഇവരാണ് ഈ അക്രമങ്ങൾ എല്ലാം സംഘടിപ്പിച്ചതെന്നാണ് പോലീസിന്റെ വെർഷൻ. അതുകൊണ്ടാണ് ഇപ്പൊ കേസ് വന്നിരിക്കുന്നത് അങ്ങനെയാണ്, FIR വന്നിരിക്കുന്നത് അങ്ങനെയാണ്. കുട്ടികളുടെ കേസിനെ ഗവൺമെന്റ് വേറെയാണ് കാണുന്നത്. അവരുടെ സമരത്തിനകത്തിൽ അങ്ങനെ വലിയ അക്രമ സ്വഭാവങ്ങളൊന്നും പോലീസ് കണ്ടെത്തുന്നില്ല. ഇതിനകത്ത് നുഴഞ്ഞു കയറി മുഖംമൂടി ധരിച്ചും മറ്റ് രീതിയിൽ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് ഈ സമരത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറി ഈ ആന്റി സോഷ്യൽ എലമെന്റ്സ് ആണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ വന്നിരിക്കുന്നത്.
അത് പ്രകാരമാണ് കേസ് എടുത്തിട്ടുണ്ട്. ജന്തർ മന്ദറിലെ കലാപവും ഡൽഹിയിൽ അതിന്റെ ചുറ്റുവട്ടത്തുണ്ടായ കലാപങ്ങളിലെല്ലാം പോലീസ് കേസെടുത്തിട്ടുണ്ട്. എത്ര വാഹനങ്ങൾ അതിന്റെ തകർത്ത് കളഞ്ഞിരിക്കുന്നത്? പോലീസിന്റെ വാഹനങ്ങള്, സർക്കാർ വാഹനങ്ങള്, കല്ലുകള് ഇല്ല, അതുപോലെ ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചു കളഞ്ഞവരവിടെ. എന്തിനും തയ്യാറാകുന്ന ഒരു അന്തരീക്ഷമാണിത് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇപ്പൊ ഇങ്ങനെ വരുന്ന ആളുകളെ നേരിടണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പോലീസിന് പറഞ്ഞ പോലെ അവർക്കും വളരെ രൂക്ഷമായ രീതിയിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പോലീസിന്റെ ഈ ഇവരെ കുറ്റപ്പെടുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. പോലീസിനെ അവര് സർക്കാർ മറ്റേ ഏജൻസിയൊന്നും കുറ്റപ്പെടുന്ന വേണ്ടാത്തടത്ത് ചില കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ നിവൃത്തിയില്ലാത്തതായിരിക്കാം. അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ മനഃപൂർവ്വം അങ്ങനെയൊക്കെ 47 ഒന്നും ഒരാളുടെ നേരെ ഒന്നും ചൂണ്ടാൻ വഴിയില്ലല്ലോ. എന്തായാലും വലിയ ഗുരുതരമായ സാഹചര്യമായിരുന്നു. അതൊഴിവായി പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുന്നു, പ്രധാനമന്ത്രി ഇടപെട്ടിട്ട് പ്രശ്നങ്ങൾ ഒഴിവായി. ഇതിനിടയിൽ ലാസ്റ്റ് മൊമെന്റിലാണ് രാഷ്ട്രീയ പാർട്ടികൾ കയറി വരുന്നത്. നമുക്കറിയാവുന്ന പോലെ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ലാസ്റ്റ് മൊമെന്റില് സമരം തീരാൻ പോകുന്നതിന് 1-2 ദിവസം മുമ്പാണ് അവരുടെ എൻട്രി എന്ന് പറയുന്നത്. അത്രയും ദിവസം അവരാരും ഇല്ലായിരുന്നു. ഈ കുട്ടികൾ തന്നെയാണ് സമരം ചെയ്തത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു. അപ്പൊ അവസാനം ഈ കലാപങ്ങളൊക്കെ വന്നതിന് ശേഷം എന്ത് ചെയ്തു? പ്രത്യക്ഷത്തിൽ ആദ്യമൊക്കെ അവിടെ ഒന്ന് മുഖം കാണിച്ച് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തിയ രാഷ്ട്രീയ നേതാക്കന്മാരെ പിന്നീട് കണ്ടുമില്ല. അതുപോലെ കുറെ സെലിബ്രിറ്റീസുകളും ഉണ്ടായിരുന്നു. അവരൊക്കെ പെട്ടെന്ന് വിമാനം പിടിച്ച് ഡൽഹിയിലേക്ക് എത്തുക, അവിടെ വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പോലീസ് കേസ് വരും, പോലീസിന്റെ നിരീക്ഷണം വരുന്നുണ്ട്. സമരം കൈവിട്ടു പോകുന്ന ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാവരും മുങ്ങിക്കളഞ്ഞു. അവിടെ ആരെയും കാണാനില്ലായിരുന്നു. അവിടെ അവസാന ഘട്ടത്തിൽ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നു ചർച്ചയ്ക്കും മറ്റു കാര്യങ്ങളിൽ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു. ഇതിനകത്തിലെ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളൊന്നും ഉണ്ടാകത്തില്ല. ക്രിമിനൽ സ്വഭാവം അല്ലാത്ത കേസുകൾ, കുട്ടികളുടെ കേസുകളിൽ നടപടിയൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ക്രിമിനൽ ക്രൈം ചെയ്തവരുടെ പേരിൽ, ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരുടെ പേരിലുള്ള കുറ്റങ്ങൾ നിലനിൽക്കും. അതായിരുന്നു ഗവൺമെന്റ് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നത്. അത് ഇന്ന് പറയാനിരുന്നതാണ്. ഈ കോർപ്പറേറ്റ് പാർട്ടി നേതാക്കന്മാരുടെ ചർച്ചകളിൽ ഗവൺമെന്റിന്റെ എഗ്രിമെന്റ് ഇന്ന് പറയാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനിടയിൽ ഇന്നലെയാണ് കേസ് വീണ്ടും സുപ്രീം കോടതി വരുന്നു. സുപ്രീം കോടതി എന്ത് പറഞ്ഞു? ഗവൺമെന്റിനോട് പറഞ്ഞു, നിങ്ങൾ കേസന്വേഷണം തുടർന്നോളുക, അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും വേണ്ട. 2873 അല്ല, ഇനിയും ആളുകൾ പ്രതികളുണ്ടെങ്കിൽ അവരെല്ലാം പുറത്തു കൊണ്ടുവരണം. പക്ഷെ അറസ്റ്റ് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പതുക്കെ നീങ്ങിയാൽ മതി. പക്ഷെ വളരെ ഗുരുതരമായ കുറ്റം ചെയ്തവരെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഗവൺമെന്റ് വലിയൊരു ആശ്വാസമാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടികൾ വീണ്ടും ഡിമാൻഡ് ചെയ്യുകയാണ്. കേസുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സംഭവത്തെ തുടർന്നുള്ള കേസുകൾ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും ജന്തർ മന്ദറിൽ സമരത്തിനുമായിട്ട് വരുമെന്നാണ്. ഇവരെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണെന്നാണ് തോന്നുന്നത്. എപ്പോഴും സമരം, നമ്മൾ ഒരു ചക്ക വീണ് മൊയിലെ ചത്തു എന്ന് കരുതിയിട്ട് എല്ലായ്പ്പോഴും ഇറങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അവരൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ്. 10, 20, 22, 24 പ്രൊഫഷണൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്ന് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആരൊക്കെയോ അഡ്വൈസ് ചെയ്യാണ്. ഒരു പക്ഷേ രാഷ്ട്രീയക്കാരായിരിക്കും. അവരുടെ എല്ലാം പറഞ്ഞില്ലേ, പെട്ടെന്ന് ഇതിന്റെ സമരമുഖത്തേക്ക് വരാൻ കഴിയാഞ്ഞതിന്റെ പരാജയം അറിഞ്ഞവരും, അല്ലെങ്കിൽ കുട്ടികള് ഇന്ത്യയിലെ രാഷ്ട്രീയ സമരങ്ങള് അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ വരുന്ന സമരങ്ങൾ കൊണ്ടുപോകുമോ എന്നുള്ള ഭയവുമായിരിക്കാം. ആ ഭയം കൊണ്ടാണെന്ന് തോന്നുന്നു വീണ്ടും കുട്ടികളെ ഇളക്കി വിടാനുള്ള ശ്രമം നടക്കുന്നതായിട്ടാണ്. ഇന്നിപ്പോ ഡൽഹിയിൽ നിന്നൊക്കെ അവരുടെ പ്രസ്താവന വന്നിരിക്കുകയാണ്, ഞങ്ങൾ വീണ്ടും സമരത്തിന് വരും. അതിനിടയിലാണ് ഈ നീറ്റ് സമരം അങ്ങ് മാറ്റിവെച്ചു. നീറ്റ് സമരം കഴിഞ്ഞിട്ട് E20 പെട്രോൾ, എത്തനോൾ പെട്രോളിനെതിരെയുള്ള സമരം വന്നു. അതിന്റെ പേരിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് പുതിയ വാണിംഗ് ഒക്കെ കൊടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചില ആരോപണങ്ങളൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാശ്മീരിന്റെ 370 എടുത്തു കളഞ്ഞ ആർട്ടിക്കിള്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ചർച്ച വരുന്നത്. അപ്പൊ ഇതൊക്കെ ആരുടെ സൃഷ്ടികളാണ്? അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. ഇപ്പൊ കുട്ടികളാണ് സമരത്തിന്റെ ക്രെഡിറ്റ് ആദ്യത്തെ അവർക്ക് കിട്ടി. പക്ഷെ ഇനിയും വരുന്ന എല്ലാ സമരങ്ങളും കുട്ടികളെ ഏറ്റെടുക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ കാര്യവും കുഴപ്പത്തിലാകും. അതേപോലെ തന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. ജനുവിനായ കാര്യങ്ങളിൽ സമരം ചെയ്യാൻ നിങ്ങളില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അവർക്ക് ആവശ്യം? ഇന്ത്യയിലെ ജനങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യമില്ലാതെ വരും. എല്ലാ കാര്യങ്ങൾക്കും ഈ മാതിരി കൂട്ടായ്മകൾ, ജൻസി കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള കുട്ടികൾ, അവരുടെ കൂട്ടായ്മ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾക്ക് അവർ ഡിമാൻഡ് വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇല്ലാതാവുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ നേരിടും. അവർക്കൊന്നും പ്രസക്തി ഇല്ലാതായിപ്പോ ഇത്തരം കൂട്ടായ്മകൾ മതി. ഇപ്പൊ ചില ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ നടക്കുന്നത് പോലെയുള്ള ചില കൂട്ടായ്മകളാണല്ലോ സർവാധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അസ്തമിച്ചു പോകുമോ എന്നൊരു ആശങ്കയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. എന്തായാലും രണ്ടിലൊന്നും തിരിച്ചറിയാൻ പറ്റും.
കുട്ടികൾ ഇനി സമരവുമായിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ കൂട്ടായ്മയ്ക്ക് ഉണ്ടാകുന്ന അനുഭവം എന്തായിരിക്കും, അതേപോലെ രാഷ്ട്രീയ പാർട്ടികൾ ഏത് തരത്തിൽ ചെന്ന് വിട്ടുപോകും എന്നുള്ളതിനെ കുറിച്ച് വലിയ താമസമില്ലാതെ നമുക്ക് മനസ്സിലാവും. ഒരു 1-2 ആഴ്ചക്കകം കാര്യങ്ങൾ ക്ലിയർ ആകുമെന്ന് തോന്നുന്നു. യെസ്, എന്തായാലും രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് ആശങ്കയുണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് CJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത്തരത്തിൽ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ പോലും കൈകടത്തിക്കൊണ്ട് ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ഈ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ വീണ്ടും തങ്ങൾ പ്രക്ഷോഭം നടത്തും എന്ന നിലയിലേക്ക് CJP ഉയർത്തുന്ന ചില വാക്കുകളും പ്രസ്താവനകളും ചൂണ്ടിക്കാണിക്കുന്നത്. അതിനിടയിലാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനി രാജ്യത്ത് എന്താണ് പ്രസക്തി എന്ന ചോദ്യവും ഉയർന്നു വരുന്നത്. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.